കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായിട്ടുള്ള ബീഹാർ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് കടക്കുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ അവിടെ വോട്ടെടുപ്പ് ആരംഭിക്കും. പടക്കളത്തിൽ ബീഹാർ. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. കനത്ത സുരക്ഷയിലാണ് വിധിയെഴുത്ത്. പട്ന, വൈശാലി, മുസാഫർപൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതുന്നു. ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള വിജയ്കുമാർ സിൻഹ, സാമ്രാട്ട് ചൗധരി, തേജസ്വി യാദവ്, തേജ് പ്രതാപ് യാദവ് തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ബീഹാറിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ബീഹാറിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം ഗതിവിഗതികൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാകും ബീഹാറിൽ നിന്നും വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2005 മുതൽ അവിടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഉണ്ട്. അതോടൊപ്പം തന്നെ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ്. NDA സഖ്യം അവിടെ തിരിച്ചുവരവിനായുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചോ? എങ്ങനെയാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്? ഈ ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്ന മണ്ഡലങ്ങളുടെ സ്വഭാവം എന്താണ് ജിഷ്ണു? ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. പട്നയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിൽ ബൂത്ത് നമ്പർ 120, 119 മുതൽ 117 മുതൽ 120 വരെയുള്ള ബൂത്തുകളിലാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ വിശാലമായ സംസ്ഥാനം, രാജ്യത്ത് ഉത്തർപ്രദേശും രാജസ്ഥാനും എല്ലാം കഴിഞ്ഞാൽ ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. അതിനും അപ്പുറത്തേക്ക് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, കേരളം ഉൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പുകൾ, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നു. അതിന് മുൻപായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം NDAയെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. RJDയും കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയും ഒരു തിരിച്ചുവരവ് ബീഹാറിൽ സാധ്യമാകുമോ എന്ന അവസാനഘട്ട പരീക്ഷണം. ഈ തെരഞ്ഞെടുപ്പ് കൂടി ഒരു ദയനീയമായ തോൽവി നേരിടുകയാണെങ്കിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും പൂർണ്ണമായും ബീഹാറിൽ നിന്ന് ക്ഷയിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ടാകും. കഴിഞ്ഞ തവണ തന്നെ 60 സീറ്റിലധികം മത്സരിച്ച് 19 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് നേടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വലിയ പരീക്ഷണത്തിനാണ് ഇന്ത്യ മുന്നണി ഒരുങ്ങുന്നത്. NDA ആകട്ടെ ഭരണം നിലനിർത്താനുള്ള അതിശക്തമായിട്ടുള്ള പ്രചാരണവും നടത്തിയിട്ടുണ്ട്. ഇന്ന് 18 ജില്ലകളിൽ നിന്നായി 121 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതിശക്തമായിട്ടുള്ള പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. 18 ജില്ലകൾ എന്ന് പറയുമ്പോൾ പട്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, പട്നയിലെ 14 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ വൈശാലി, നളന്ദ, മുസഫർപൂർ, ഗോപാൽഗഞ്ച് തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇന്ന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 121 മണ്ഡലങ്ങളിലായി 1314 പേർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. അതായത് 1314 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അതിശക്തമായിട്ടുള്ള പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഒപ്പം 121 മണ്ഡലങ്ങളിലായി 3.75 കോടി വോട്ടർമാർ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തുന്നുണ്ട്. സമഗ്രമായിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം, അതാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. രാജ്യത്ത് വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം ഈ ഒരു കാലയളവിന് ശേഷം, മുൻപ് 2004 ഏറ്റവും ഒടുവിൽ രാജ്യത്ത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ 2025 ആദ്യമായി ബീഹാറിൽ തീവ്ര പരിഷ്കരണം പൂർത്തിയാക്കി. അതിനുശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്കുള്ള കവാടമാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. 7 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. 6 മണി മുതൽ വോട്ടെടുപ്പിൻ്റെ ക്രമീകരണങ്ങൾ തയ്യാറാക്കി മോക്ക് പോളിംഗ് നടന്നു. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു തിരക്ക് ഈ ആദ്യ മണിക്കൂർ അല്ലെങ്കിൽ ഈ 7 മണി സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഒരു 8 മണിക്ക് ശേഷം തീർച്ചയായും വലിയ തിരക്കിലേക്ക് പട്ടണം ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങൾ പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.
നിലവിൽ വോട്ടെടുപ്പ് ആരംഭിച്ച് 10 മിനിറ്റോളം പിന്നിടുന്നു. ഒപ്പം ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് തീർന്ന നിരവധി പ്രമുഖർ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പ് ഈ പോളിംഗ് ജനവിധി തേടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും നിലവിൽ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള തേജസ്വി യാദവാണ്. തേജസ്വി യാദവ് നിലവിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഫേസായി ഇന്ത്യ മുന്നണി ഉയർത്തിക്കാട്ടുകയും നിലവിലെ പ്രതിപക്ഷ നേതാവുമാണ്. കൂടാതെ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ, കൂടാതെ സാമ്രാജ് ചൗധരി, മൈഥിലി താക്കൂർ ഇവരെല്ലാം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ. ഏതായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് എല്ലാവരുടെയും വോട്ടവകാശം, ഓരോ പൗരൻ്റെയും വോട്ടവകാശം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്ന് ഈ വോട്ടിംഗ് തീയതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട് എന്ന പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. പ്രത്യേക പ്രശ്നബാധിത ബൂത്തുകളിൽ CCTV നിരീക്ഷണവും അർദ്ധസൈനിക വിഭാഗത്തെ നിയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.